ഇപ്പോൾ ട്രംപും പാകിസ്ഥാനും തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. ട്രംപിന് നോബൽ സമ്മാനം നൽകേണ്ടതാണെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു. സ്വന്തം മരുമകൻ്റെ ക്രിപ്റ്റോ കറൻസി പാകിസ്ഥാനിൽ ഇപ്പോൾ അവിടുത്തെ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞതിൻ്റെ ഒരു ബിസിനസ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടപെട്ട് താനാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് വീണ്ടും ട്രംപ് വീമ്പ് പറയുന്നു. അങ്ങനെ തന്നെ എന്ന് പാകിസ്ഥാൻ ഏറ്റു പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയ സ്നേഹത്തിലാണിപ്പോൾ. മാത്രമല്ല, ഈ അസീം മുനീർ പലതവണ ഇതിനു മുമ്പ് അമേരിക്ക സന്ദർശിക്കുകയും ട്രംപിനെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ട്രംപ് അദ്ദേഹത്തിനെ പ്രത്യേക വിരുന്ന് ഒരുക്കിയിരുന്നു. സാധാരണ ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് രാഷ്ട്രത്തലവന്മാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള വിരുന്നൊക്കെ നൽകാറുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ട്രംപ് അയാൾക്കാണ് മുൻഗണന കൊടുത്തിരുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, പഹൽഗാം ആക്രമണം നടത്തി 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ അസീം മുനീർ അമേരിക്കൻ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടുത്തെ വിശിഷ്ടാതിഥിയായി ചെന്ന് അവിടുത്തെ സൈനിക ആസ്ഥാനത്തിൽ വരെ അയാൾ സന്ദർശനം നടത്തിയിരുന്നു. അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്ന ഈ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ട്രംപിൻ്റെ സ്വകാര്യ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ സൈനിക മേധാവിക്കും കൂടെയുള്ളവർക്കൊക്കെ തന്നെ മറ്റെന്തെങ്കിലും പ്രയോജനം ഇതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. പാകിസ്ഥാനിലെ സൈനിക മേധാവികളായിരുന്നവരാണ് ലോകത്ത് ഏറ്റവും അധികം സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. എല്ലാ കച്ചവടങ്ങളും, ആയുധ കച്ചവടങ്ങളും എല്ലാം തന്നെ അവർ പൈസ ഉണ്ടാക്കും. ഈ ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നാണം കെട്ടിട്ടാണെങ്കിലും അരമണിക്കൂർ കാത്തിരുന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇരുവരെയും കണ്ടുമുട്ടുകയും ഇവർ ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. ഇവരൊക്കെ മഹാന്മാരാണെന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു.